ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഒഫീഷ്യലായിട്ടും ഫോമലായിട്ടുമുള്ള ഇംഗ്ലീഷ് ഗ്രാമറിനേക്കാളും ഈ ചാനൽ പഠിപ്പിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താൻ ഉപകരിക്കുന്ന ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെന്റൻസസ് ആണ്. ഗ്രാമർ റൂൾസ് റിട്ടൺ ഇംഗ്ലീഷിൽ എന്ന പോലെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ല കാഷ്വൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നീ ആ സമയത്ത് അയാളെ വിളിക്കാൻ പാടില്ലായിരുന്നു. നീ ആ സമയത്ത് അയാളെ വിളിക്കാൻ പാടില്ലായിരുന്നു. യു ഷുഡന്റ് ഹാവ് കോൾഡ് ഹിം അറ്റ് ദാറ്റ് ടൈം. യു ഷുഡന്റ് ഹാവ് കോൾഡ് ഹിം അറ്റ് ദാറ്റ് ടൈം. യു ഷുഡന്റ് ഹാവ് കോൾഡ്. നീ വിളിക്കാൻ പാടില്ലായിരുന്നു. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. നീ കുറച്ച് ദിവസം കഴിഞ്ഞ് അയാളെ വിളിക്കണമായിരുന്നു. നീ കുറച്ച് ദിവസം കഴിഞ്ഞ് അയാളെ വിളിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് കോൾഡ് ഹിം after a few days. You should have called him after a few days. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് you shouldn't have called. നീ വിളിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞത് you should have called. നീ വിളിക്കണമായിരുന്നു. ഇതിനെ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പറയണമെങ്കിൽ നീ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കണമായിരുന്നു. നീ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണമായിരുന്നു. അതായത് അയാളെ വിളിക്കുന്നതിന് മുൻപ് നീ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ എ ഫ്യൂ മോർ ഡേയ്സ് ബിഫോർ കോളിംഗ് ഹിം. യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ എ ഫ്യൂ മോർ ഡേയ്സ് ബിഫോർ കോളിംഗ് ഹിം. നിനക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാമായിരുന്നില്ലേ? നിനക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാമായിരുന്നില്ലേ? Couldn't you have waited for more days? Couldn't you have waited for some more days? Couldn't you have waited എന്ന് പറഞ്ഞാൽ നിനക്ക് കാത്തിരിക്കാമായിരുന്നില്ലേ? For some more days, കുറച്ച് ദിവസം കൂടി. ഇത്ര കാലമായി നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്താൽ, ഇത്രയും കാലമായി നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്താൽ, taking into account all that's happened so far. Taking into account all that has happened so far. So far. Taking into account എന്ന് പറഞ്ഞാൽ കണക്കിലെടുക്കുക. So far എന്ന് പറഞ്ഞാൽ ഇതുവരെ. ബാക്കി നമ്മൾ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, taking into account all that's happened so far, we will have to believe him. ഇത്രയും കാലമായി നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്താൽ we will have to believe him. നമ്മൾ അയാളെ വിശ്വസിക്കണം. ഇവ രണ്ടിൽ ഏതിനാണ് കൂടുതൽ ഭാരം? ഇവ രണ്ടിൽ ഏതിനാണ് കൂടുതൽ ഭാരം? Which is heavier of the two? Which is heavier of the two? Heavier എന്ന് പറഞ്ഞാൽ ഭാരം കൂടുതലുള്ള. Which is heavier of the two? Of the two എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ ഹെവിയർ ആയിട്ടുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് ഏതാണ്? ഇന്നവൾ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നവൾ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. I don't expect her to call me today. I don't expect her call me today. അത് എത്രയും വേഗം തീർക്കാൻ നോക്ക്. അത് എത്രയും വേഗം തീർക്കാൻ നോക്ക്. Get it done as soon as possible. Get it done എന്ന് പറഞ്ഞാൽ ഒരു ജോലി പൂർത്തീകരിക്കുക. അപ്പോ get it done as soon as possible. ഇത്രയും വേഗം. അവൻ നിന്റെ അടുക്കൽ നോ പറയില്ല എന്നെനിക്ക് ഉറപ്പാണ്. അവൻ നിന്റെ അടുക്കൽ നോ പറയില്ല എന്നെനിക്ക് ഉറപ്പാണ്. I am sure he will not say no to you. I am sure he will not say no to you. അതായത് നിന്നോട് അവൻ നോ പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് നിന്റെ മുടന്തൻ ന്യായങ്ങൾ കേട്ട് മടുത്തു. എനിക്ക് നിന്റെ മുടന്തൻ ന്യായങ്ങൾ കേട്ട് മടുത്തു. I am fed up of hearing your lame excuses. I am fed up of hearing your lame excuses. Fed up എന്ന് പറഞ്ഞാൽ മടുക്കുക അല്ലെങ്കിൽ മതിയാവുക. Lame excuses എന്ന് പറഞ്ഞാൽ മുടന്തൻ ന്യായീകരണങ്ങൾ, വിശദീകരണങ്ങൾ എക്സെട്ര. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.